ജസ്നയുടെ തിരോധാനം മാർച്ച് 22, 2018 ലോക്കൽ പോലീസ് അന്വേഷിച്ചു, ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു, CBI അന്വേഷിച്ചു. യാതൊരു തുമ്പും ലഭിച്ചില്ല. വീട്ടിൽ നിന്ന് പോയി 10:30 വരെ 11:30 വരെ എരുമേലി ബസ് സ്റ്റാൻഡിലുണ്ടായിരുന്നു. പിന്നെ ഒരു ബസ്സിൽ കയറി അപ്രത്യക്ഷമായി. ഇന്നുവരെ അതിന് വലിയ പ്രോഗ്രസ് ഉണ്ടായില്ല. എന്തായാലും ജസ്നയുടെ പിതാവ് തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിലെ CBI കേസ് ക്ലോസ് ചെയ്തപ്പം അതിനെതിരായി കൊടുത്ത 2-3 റിപ്പോർട്ടുകൾ അദ്ദേഹത്തിന് അഡ്വക്കേറ്റ് വേണുഗോപാൽ ശ്രീനിവാസൻ മുഖേന കൊടുത്ത ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോടതിക്ക് ചില കാര്യങ്ങൾ ബോധ്യമായി. അതുകൊണ്ട് അത് ക്ലോസ് ചെയ്തത് റീഓപ്പൺ ചെയ്ത് അന്വേഷിക്കാൻ കോടതി ഉത്തരവിട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ CBI അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഇപ്പോഴേ മുണ്ടക്കയത്ത് എന്നുള്ള ചില വാർത്തകൾ വന്നു. അവിടെ ഒരു ലോഡ്ജിലെ ജീവനക്കാരി അവർ പറയുന്നത് ജസ്നയെ അവർ ലോഡ്ജിൽ വരുന്നത് കണ്ടിട്ടുണ്ട്. ഒരു മെലിഞ്ഞ ചെറുപ്പക്കാരനുമായിട്ടാണ് ലോഡ്ജിൽ വന്നത്. അതോടൊപ്പം അവര് ജോലി ചെയ്ത വർഷങ്ങളായി 2011 മുതൽ ജോലി ചെയ്ത സ്ഥലത്ത് നിന്ന് അവരെ പിരിച്ചുവിട്ടത് കൊണ്ടാണ് അത് ലോഡ്ജിനെതിരായിട്ട് ഇങ്ങനെ ഒരു ആരോപണം കൊണ്ടുവന്നത് എന്ന് ആ ലോഡ്ജിന്റെ ഉടമസ്ഥൻ ബിജു പറയുന്നു. ഏതായാലും വലിയ വാർത്തയായി. അതെല്ലാ പത്രങ്ങളിലും ചാനലുകളിലും റിപ്പോർട്ട് ചെയ്തു. ജസ്ന 3-4 ദിവസം മുമ്പ് ആ ലോഡ്ജിൽ വന്നിരുന്നെന്നും ഒരു വെളുത്ത ചെറുപ്പക്കാരൻ കൂടെ ഉണ്ടായിരുന്നെന്നും പറയുന്നത് ഒരു പുതിയ വാർത്തയാണ്. ഇന്ന് വരെ ആ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം ആരും കൊടുത്തില്ല. പക്ഷെ ഇപ്പോഴത് അവരിപ്പം തുറന്നു പറയുന്നത്, എനിക്ക് ഇപ്പം അതിയായ ദുഃഖമുണ്ട് അത് സമയത്ത് പോലീസിനെ അറിയിക്കാത്തതിൽ. ആ ലോഡ്ജിന്റെ ഉടമ പറയുന്നത് ഇത്രയും വർഷം ജോലി ചെയ്ത ഇവരെ അയാൾ പിരിച്ചുവിട്ടു. ലോഡ്ജ് ചെയ്യുന്ന അവരുടെ പ്രവർത്തികളൊന്നും ഒരു ലോഡ്ജിന് നിരക്കാത്തതായതുകൊണ്ട് അവരെ പിരിച്ചുവിട്ടു. അതിന്റെ വൈരാഗ്യത്തിലാണ് കുറെ നാളുകൊണ്ട് അവര് തനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത്. ഇപ്പോഴത്തെ ആരോപണം എനിക്കെതിരായിട്ട് ഉപയോഗിക്കുന്ന മനഃപൂർവ്വമാണ്. ജസ്നെ അവിടെ വന്നു പോയി, അവിടുന്ന് ഒരു ചെറുപ്പക്കാരനോ ഉണ്ടായിരുന്നു. പത്രത്തിൽ ഫോട്ടോ കണ്ടപ്പോഴാണ് ഇവിടെ ലോഡ്ജിൽ വന്നു പോയത് ജസ്നയാണ് എന്ന് അവർ തീർത്ത് പറയുന്നു. ഇത്ര നാൾ അവരത് പറഞ്ഞില്ല. ഏതായാലും CBI രംഗത്ത് വന്നു. CBI ഇൻസ്പെക്ടർ അവർ രണ്ടുപേരെയും 2 ദിവസം കൊണ്ട് വിശദമായ മൊഴി രേഖപ്പെടുത്തി. നിബിൻ എന്ന സബ് ഇൻസ്പെക്ടറും അദ്ദേഹത്തിന്റെ സംഘവും വന്നിട്ട് അവരെ ദീർഘമായ അവരുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം അവർ പറഞ്ഞതായിട്ടാണ് അറിയുന്നത്, 2 പേരെയും നുണ പരിശോധനയ്ക്ക് വിധേയമാക്കും. ഈ പറഞ്ഞ സ്ത്രീയെയും ലോഡ്ജിന്റെ ഉടമയും നുണ പരിശോധനയ്ക്ക് വിധേയമാക്കും എന്ന് അവർ പറഞ്ഞു. എന്തായാലും ഇതിനോട് പ്രതികരിച്ചത് ജസ്നയുടെ പിതാവ് ജെയിംസ് പറഞ്ഞത്, ഇത് അന്വേഷണം ഇപ്പം നടക്കുന്നത് വഴിതിരിച്ചു വിടാനുള്ള ഒരു തന്ത്രമായിട്ടാണ് അദ്ദേഹം ഇത് കാണുന്നത്. അങ്ങനെ ജസ്ന എന്ന കുട്ടി ഒരിക്കലും ഒരു ലോഡ്ജിൽ പോവില്ല. അത് തൻ്റെ വീട്ടിൽ നിന്ന് കോളേജിൽ പോകും, മടങ്ങി വരും. അതിനപ്പുറത്ത് മുണ്ടക്കയത്തെ ഈ ലോഡ്ജ് ആ കുട്ടിക്ക് അറിയില്ല, അവിടെ കുട്ടിക്ക് പരിചയമില്ല. അതുകൊണ്ട് താനത് വിശ്വസിക്കുന്നില്ല. ഇത് ഒരു ഡൈവേർഷനാണ്, ഇത് വഴിതിരിച്ചു വിടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു തൽപര കക്ഷികൾ ഇതുപോലെയുള്ള ആൾക്കാരെ കൊണ്ട് ഇങ്ങനെ ചില പ്രസ്താവനകൾ നടത്തിക്കുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ നിഗമനം. അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ ചാനലുകാരും അദ്ദേഹത്തിന്റെ ആ ഒപ്പീനിയൻ, അദ്ദേഹത്തിന്റെ ആ വിശ്വാസം ഈ കാര്യത്തിലുള്ള പ്രകടമാക്കുകയും ചെയ്തു. എന്തായാലും ജസ്നയുടെക്ക് എന്ത് സംഭവിച്ചു എന്ന് CBI കണ്ടെത്തിയേ പറ്റുള്ളൂ. അതിൻ്റെതായ കണ്ടെത്താൻ സഹായകരമായ ചില വിവരങ്ങളൊക്കെ ജസ്നയുടെ പിതാവ് അദ്ദേഹത്തിന്റെ ചില സുഹൃത്തുക്കളും കണ്ടെത്തിയ കാര്യങ്ങൾ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൽ കൊടുത്തിട്ടുണ്ട്. അത് സീൽഡ് കവറിലാണ് കൊടുത്തിരിക്കുന്നത്. അത് CBI SP ആണ് ഏൽപ്പിക്കാനായിട്ടായിരുന്നു റിക്വസ്റ്റ്. അതനുസരിച്ച് കോടതി അത് വെളിയിൽ അത് പബ്ലിഷ് ചെയ്യാതിരിക്കാനും അത് വളരെ സീക്രട്ടായിട്ട് അതിൻ്റെ പെൻഡ്രൈവ് ഉൾപ്പെടെയും കിട്ടിയ വിവരങ്ങളെല്ലാം ഡിജിറ്റൽ എവിഡൻസുകളെല്ലാം CBI SP-ക്ക് ഏൽപ്പിച്ചു കഴിഞ്ഞു. CBI SP ഈ സ്ഥലങ്ങളിലൊക്കെ വന്നു പോയതായിട്ടാണ് മനസ്സിലാകുന്നത്. എന്തായാലും കേസിന് അല്പം പുരോഗതി വന്നിരിക്കുന്നു എന്നും സജീവമായി CBI കേസിന്റെ അന്വേഷണത്തിലേക്ക് മുഴുകിക്കഴിഞ്ഞിരിക്കുന്നതാണ് ഞാൻ കരുതുന്നത്. എന്തായാലും ഇതിനൊരു റിസൾട്ട് വരും എന്ന് കണക്കാക്കുന്നുണ്ട്. പക്ഷേ CBIക്ക് ആ ജെയിംസിന്റെ അല്ലെങ്കിൽ ജസ്നയുടെ ഫാദർ കോടതി കൊടുത്ത പരാതിക്കകത്ത്
3 പരാതിയിൽ ഒരിടത്ത് തൻ്റെ മകള് ഒരു ഉപയോഗിച്ച ബ്ലഡ് സ്റ്റെയിൻഡ് ആയ ഒരു തുണി അത് ഇതുവരെ CBI കണ്ടിട്ടില്ല എന്ന് പറയുന്നു. അത് ക്രൈംബ്രാഞ്ചിന്റെ കയ്യിൽ ആണ് ഇരുന്നിരുന്ന് അന്ന് അത് സൂപ്പർവൈസ് ചെയ്ത അന്നത്തെ പത്തനംതിട്ട SP-യും അന്നത്തെ DGP-യും ADGP-യും ഒക്കെ അതിന് സമാധാനം പറയേണ്ടി വരും. എങ്ങനെയാണ് അത് മിസ്സായത്, എന്ത് സാഹചര്യത്തിലാണ് മിസ്സായത്? ആ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോയ ആ തുണിയും ബ്ലഡ് സ്റ്റെയിൻഡ് ആയിട്ടുള്ള തുണിയും അതിനോടൊപ്പം കൊണ്ടുപോയ ചില ആ കുട്ടിയുടെ പുസ്തകങ്ങളും ചില ഡയറി കുറിപ്പുകളും എല്ലാം കൊണ്ടുപോയിട്ടുണ്ട്. ഏതായാലും അതിലേക്കൊക്കെ CBI ഇപ്പം സഞ്ചരിക്കും എന്നാണ് തോന്നുന്നത്. ആ തുണി കൂടുതൽ പരിശോധനയ്ക്ക് അയക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ലഭ്യമായേക്കും എന്ന് കരുതുന്നു. എങ്കിലും എവിടെയോ ചില പ്രശ്നങ്ങൾ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. കാരണം ലോക്കൽ പോലീസിനും ക്രൈംബ്രാഞ്ചിനും അതുപോലെ തന്നെ CBI-ക്കും എങ്ങും എത്താതെ ഇരിക്കുന്ന ഈ സാഹചര്യത്തിൽ പുതിയ പുതിയ വെളിപ്പെടുത്തലുകൾ നല്ലതാണ്. അതിലേക്ക് CBI പൊക്കോട്ടെ. എങ്കിലും ജസ്നയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് തീർച്ചയായിട്ടും വെളിവാകും എന്ന് ഞാൻ കരുതുന്നു.